നമസ്കാരം. സംസ്ഥാനത്തെ വനിതാ യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും സുഗമവുമായ രാത്രികാല യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നതിനായി KSRTC പുതിയ പദ്ധതിയുമായി രംഗത്ത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വൻ വിജയമായതിന് പിന്നാലെ സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക പിങ്ക് ബസ് സർവീസുകൾ ആരംഭിക്കാൻ KSRTC തീരുമാനിച്ചു. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലും റൂട്ടുകളിലും സ്ത്രീകൾക്ക് മാത്രം രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ പ്രത്യേക പിങ്ക് ബസ് സർവീസുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. UDF സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന ഈ സുപ്രധാന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 23 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ വെച്ച് ഗതാഗത മന്ത്രി CP ജോൺ നിർവഹിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് പദ്ധതി ആദ്യം നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നും പ്രമുഖ IT ഹബ്ബായ ടെക്നോ പാർക്ക് വരെയുള്ള റൂട്ടിലാണ് തുടക്കത്തിൽ സർവീസ് നടത്തുക. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളായ കിഴക്കേക്കോട്ട, തമ്പാനൂർ, പട്ടം, മെഡിക്കൽ കോളേജ്, RCC, ഉള്ളൂർ, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, ഇൻഫോസിസ്, ലുലു മാൾ, കിംസ് ആശുപത്രി എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഷെഡ്യൂളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 4:30 മുതൽ രാത്രി 10:45 വരെയും തുടർന്ന് പുലർച്ചെ 4 മണി മുതൽ രാവിലെ 8 മണി വരെയുമാണ് പിങ്ക് ബസ്സുകൾ സർവീസ് നടത്തുക. IT ജീവനക്കാർക്കും നൈറ്റ് ഷിഫ്റ്റ് തൊഴിലാളികൾക്കും ആശുപത്രി ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. രാത്രി 9 മണിക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിൽ വന്നിറങ്ങുന്ന യാത്രക്കാർ, ആശുപത്രി ജീവനക്കാർ, സിനിമ കഴിഞ്ഞു മടങ്ങുന്നവർ, വിവിധ ട്രെയിനുകളിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവർ ഉൾപ്പെടെയുള്ള വനിതകൾക്ക് നിലവിൽ സാധാരണ KSRTC ഓർഡിനറി സർവീസുകൾ ലഭ്യമാകാത്ത വലിയ യാത്രാ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെന്നും ഇത് മുതലെടുത്ത് ചില ഓട്ടോറിക്ഷക്കാരും ടാക്സികളും അമിത ചാർജ് ഈടാക്കുന്നതായി വ്യാപക പരാതികളും ഉയർന്നിട്ടുണ്ട്. ഇതിനു പുറമെ രാത്രിയിലും പുലർച്ചെയുമുള്ള ഷിഫ്റ്റുകളിൽ ജോലി കഴിഞ്ഞു മടങ്ങുന്ന ടെക്നോ പാർക്ക്, ഇൻഫോസിസ് ജീവനക്കാരും തങ്ങൾക്ക് സുരക്ഷിതമായ യാത്രാ സംവിധാനം വേണമെന്ന് സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഈ യാത്രാക്ലേശത്തിന് പൂർണ്ണ പരിഹാരമെന്ന നിലയിലാണ് KSRTCയുടെ പുതിയ ചുവടുവയ്പ്. പദ്ധതിക്കായി തിരുവനന്തപുരം, എറണാകുളം ഡിപ്പോകളിൽ നിന്നും ഏറ്റവും പുതിയ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് സർവീസിനായി അനുവദിച്ചിട്ടുള്ളതെന്ന് KSRTC അധികൃതർ അറിയിച്ചു. സർവീസുകളുടെ കൃത്യതയും സമയബന്ധിതമായ പ്രവർത്തനവും ഉറപ്പാക്കുന്നതിനായി വരും ദിവസങ്ങളിൽ ഓൺലൈൻ റിസർവേഷൻ സൗകര്യവും പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഇലക്ട്രിക് ബസ്സുകളും പദ്ധതിയുടെ ഭാഗമാക്കാൻ ആലോചിക്കുന്നുണ്ടെന്ന് ഗതാഗത മന്ത്രി CP ജോൺ വ്യക്തമാക്കി കഴിഞ്ഞു. തിരുവനന്തപുരത്തെ പരീക്ഷണം വിജയകരമാകുന്നതോടെ സംസ്ഥാനത്തെ മറ്റ് പ്രമുഖ നഗരങ്ങളിലേക്കും ജില്ലകളിലേക്കും പിങ്ക് ബസ് സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. സർക്കാരിന്റെ ഈ ജനക്ഷേമകരമായ തീരുമാനം വനിതാ യാത്രക്കാർക്കിടയിൽ വലിയ ആശ്വാസവും സന്തോഷവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും KSRTCയുടെ ഏറ്റവും പുതിയ പദ്ധതി നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടും. പിങ്ക് ബസ്സാണ് പുതിയ പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ തന്നെയും സംസ്ഥാന സർക്കാർ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും പ്രിയദർശിനി യാത്രാ പദ്ധതി അത് വലിയ വിജയകരമായിരുന്നു. ശേഷം സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ പുതിയ പദ്ധതി അവതരിപ്പിക്കുന്നത്.